ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു തിരമിസു റെസിപ്പിയാണ്. ട്രഡീഷണൽ തിരമിസു റെസിപ്പി അല്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് മസ്കപ്പണി ചീസ് എടുത്തിട്ടുണ്ട് 250 ഗ്രാംസ്. പിന്നെ പിസ്താഷ്യോ സ്പ്രെഡാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാം. ഒരുപാട് വിസ്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അത് ഓൾറെഡി സ്വീറ്റാണ്. അത് കാരണം ഈ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പിസ്താഷ്യോ സ്പ്രെഡും സ്വീറ്റാണ്, അപ്പോൾ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് സോഫ്റ്റ് പീക്സ് വരുന്ന വരെ വിസ്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ 1 കപ്പ് ചെറിയ ചൂടുള്ള മിൽക്കിൽ നമ്മൾ ഈ പിസ്താഷ്യോ സ്പ്രെഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ട്രഡീഷണലി കോഫിയാണ് ബിസ്ക്കറ്റ് സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കോഫി ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കാരണം പാലാണ് യൂസ് ചെയ്തത്. ഇനി ബിസ്ക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്യുക. ഒരുപാട് നേരം ഡിപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോവും. എന്നിട്ട് ഇതേപോലെ ഒരു ബേക്കിംഗ് ഡിഷിൽ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റ് വെക്കുക, അതിൻ്റെ മുകളിൽ ഈ ക്രീം മിക്സ് വെക്കുക. അതിനുശേഷം കുറച്ച് ചോപ്ഡ് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെയറും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതൊരു സിമ്പിൾ തിരമിസു ആണ്. നമുക്ക് ഈദിനും അതേപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ 1 മോർ ലെയർ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിസ്താഷ്യോ സ്പ്രെഡ് വെച്ചിട്ട് ചെറിയ ലൈൻസൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി ഇതുപോലെ സൈഡിൽ കുറച്ച് ചോപ്ഡ് പിസ്താഷ്യോസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റിൻ്റെ എണ്ണമൊക്കെ നിങ്ങളെ ബേക്കിംഗ് ഡിഷിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വാരി ചെയ്യും. ഇതുപോലെ എല്ലാ സൈഡിലും പിസ്താഷ്യോസൊക്കെ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 to 4 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഈസി ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.